الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي قال لوالديه أف لكما أتعدانني أن نخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمن إن وعد الله حق فيقول ما هذا إلا أساطير الأولين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ പടച്ച റബ്ബിന്റെ അടുക്കൽ സ്വർഗം കരസ്ഥമാക്കുന്ന വിധത്തിൽ ഐഹിക ജീവിതത്തിൽ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും ക്രമപ്പെടുത്തണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസ കർമ്മങ്ങളിലൂടെ അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു മധ്യവേനൽ അവധി തുടങ്ങിയിട്ട് അല്പ ദിവസങ്ങളായി. നമ്മുടെ മക്കളൊക്കെയും 24 മണിക്കൂറും നമ്മുടെ അടുക്കൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉണ്ടാവേണ്ടുന്ന ഒരു സമയമാണ് ഈ അവധിക്കാലം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അമൂല്യമായ ദാനങ്ങളിലൊന്നാണ്, സമ്മാനങ്ങളിലൊന്നാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹു പറയുന്നത് യഹബു ലിമൻ യശാഉ ഇനാസ വ യഹബു ലിമൻ യശാഉ ദുക്കൂർ. അള്ളാഹു അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക് ആൺകുട്ടികളെ നൽകുന്നു, അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക് പെൺകുട്ടികളെ നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാസ, അല്ലെങ്കിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി നൽകുന്നു. വയജ്അലു മൻ യശാഉ അഖീമ, ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വന്ധ്യതകളാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇന്നഹു അലീമുൻ ഖദീർ, അവൻ എല്ലാം അറിയുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനുമാണ്. നമ്മുടെ ആഗ്രഹപ്രകാരമോ നമ്മുടെ നിശ്ചയപ്രകാരമോ അല്ല നമുക്ക് കുട്ടികൾ ഉണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനപ്രകാരമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മക്കൾ ഉണ്ടായതിന്റെ പേരിൽ ദുഃഖിക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാം. മക്കളില്ലാത്തതിന്റെ പേരിൽ ദുഃഖിക്കുന്നവരെയും കാണാം.
മക്കളില്ലാത്തതിന്റെ പേരിൽ ദുഃഖിക്കുന്ന ആളുകളുടെ ദുഃഖം നമുക്ക് മനസ്സിലാവും. അവർക്ക് ഈ ഭൂമുഖത്ത് അനന്തരാവകാശികളായി ആളുകളില്ല, അവർക്ക് സ്നേഹിക്കാനും ലാളിക്കാനും മക്കളില്ല എന്ന ദുഃഖമാണ് അവരെ അലട്ടുന്നത്. എന്നാൽ മക്കളുള്ള ആളുകളുടെ ദുഃഖം എന്ന് പറയുന്നത് പലപ്പോഴും തങ്ങൾ വിചാരിച്ച വഴികളിലൂടെയല്ല തങ്ങളുടെ മക്കൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് അവരിലൂടെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിത്തീരുന്നു എന്ന ദുഃഖമാണ് അവർക്കുണ്ടാവാറുള്ളത്. ഏതൊരു രക്ഷിതാവിനും അവരുടെ ജീവിതത്തിലെ വലിയ സമ്പാദ്യമാണ് മക്കൾ എന്നവർ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അവരെ സ്നേഹിക്കുകയും ജീവിതത്തിന്റെ വലിയ പങ്കും അവർക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യും. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഒരുപാട് അവാർഡുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് അദ്ദേഹം. പ്രസിഡന്റിന്റെ അടുക്കൽ നിന്ന്, പ്രധാനമന്ത്രിയുടെ അടുക്കൽ നിന്ന്, സാഹിത്യ രംഗത്ത് നിന്ന് ഒരുപാട് അവാർഡുകൾ. ഒരിക്കൽ പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷം ഏതാണ്? ഏതെങ്കിലും അവാർഡുകൾ ഏറ്റുവാങ്ങിയപ്പോഴാണോ എന്നൊക്കെയാണ് അവരുടെ ആ ചോദ്യത്തിന്റെ ഉദ്ദേശം. അദ്ദേഹം പറഞ്ഞത് അതൊന്നുമല്ല, എന്റെ മകൻ മജീദിന് അവന് സുഖമില്ലാതെയായി, പനി ബാധിച്ചു, അവനാകെ തളർന്നു, ശ്വാസം പോലും ഉണ്ടോ ഇല്ലേ എന്ന് സംശയിക്കുന്ന അവസ്ഥയിലായി. അവനെയും എടുത്തുകൊണ്ട് അന്നുള്ള ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. അങ്ങനെ ഓടുന്നിടയിൽ അവൻ മരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഓടുന്നത്. ഓടുന്നതിനിടയിൽ എന്റെ കാല് കല്ലിലൊന്ന് തട്ടി. ഞാൻ വീഴാറായപ്പോ എന്റെ തോളിൽ കിടക്കുന്ന മകൻ ഒന്ന് ഞരങ്ങി, അഥവാ ഒന്ന് ശ്വാസമെടുത്തു. അവന് ജീവനുണ്ട് എന്നതിന്റെ അടയാളം. വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നു, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷം അതാണ്. ഒരു അവാർഡ് കിട്ടിയപ്പോഴും അല്ല, മരിച്ചു, ശ്വാസം നിലച്ചു എന്ന് തോന്നിയ ആ മകന് ജീവനുണ്ട് എന്നതിന്റെ അടയാളമായിക്കൊണ്ട് ആ ഒരു അനക്കമുണ്ടായപ്പോഴാണ് എന്ന്. അതുപോലെ മാതാക്കളുടെയും സ്ഥിതി അതുതന്നെയാണ്. സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിൽ നിരതനായിക്കൊണ്ട് പല സ്ഥലങ്ങളിൽ ഈ വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ ജീവിച്ചിരുന്ന, ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷേ ഒരുപാട് ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിൽ വരിക. അപ്പൊ വീട്ടിൽ വരുന്ന സമയത്ത് വാതിലിൽ മുട്ടി ഒരിക്കൽ ആരാ എന്ന് ചോദിച്ചപ്പോ ഞാനാ എന്ന് മറുപടി പറഞ്ഞു. ഉമ്മാക്ക് മനസ്സിലായി ഇത് എന്റെ മകനാണ്, വൈക്കം ബഷീറാണ്. വാതിൽ തുറന്ന് അങ്ങനെ ഒരുപാട് പരാതികൾ പറഞ്ഞു, ഒരുപാട് കരഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം മോനെ നിനക്കുള്ള ചോറെടുക്കട്ടെ എന്ന് ചോദിച്ചു. നിനക്കുള്ള ചോറെടുക്കട്ടെ. ബഷീർ അത്ഭുതപ്പെട്ടു. എന്നാ എനിക്ക് ചോറോ? ഞാൻ മാസങ്ങളായില്ലേ ഇവിടെ നിന്ന് പോയിട്ട്, എനിക്ക് ചോറോ? അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ എല്ലാ സമയത്തും നിനക്കുള്ള പ്ലേറ്റും കൂടി വെച്ചിട്ടാണ് ഭക്ഷണം വിളമ്പാറ്. നീ എത്തും എന്നുള്ള വിചാരത്തിൽ നീ വരാത്തപ്പോ ആ ചോറ് മാറ്റിവെക്കും. അടുത്ത സമയത്ത് ഞാനത് കഴിക്കും. പിന്നെ ആ സമയത്ത് വിളമ്പുമ്പോഴും നിനക്കുള്ളത് അവിടെ മാറ്റിവെക്കും. അങ്ങനെ എല്ലാ സമയത്തും നിനക്കുള്ള ഒരു ഭക്ഷണം ഇവിടെ ബാക്കിയുണ്ടാകും. അതാണ് മാതാക്കൾ മക്കളോടുള്ള സ്നേഹവും അലിവും. അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മക്കളെ നമ്മൾ കാണുന്നത്. ഈ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സൗഭാഗ്യമായി മാറണം, നമുക്ക് നേട്ടമായി മാറണം എന്ന ഒരു ചിന്തയും കൂടി വിശ്വാസികൾ എന്ന അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ആ ഉദ്ദേശം നിറവേറണമെങ്കിൽ മക്കൾ ഉണ്ടായതിന് ശേഷം ശ്രദ്ധിച്ചാൽ പോരാ. നമ്മുടെ ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം മക്കൾ ഉണ്ടായതിന് ശേഷവും ശ്രദ്ധിച്ചാൽ പോരാ, മറിച്ച് മക്കൾ ഉണ്ടാവുന്നതിന്റെ ഈ ഭൂമിയെ അവർ കാണുന്നതിന് മുമ്പ്, പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ മക്കൾ നല്ലവരായിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. എന്താണ് ആ ശ്രദ്ധ? താനും തന്റെ ഇണയുമായി കൊണ്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പോലും പ്രവാചകൻ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാൻ വ ജന്നിബി ശൈത്വാൻ മാ റസഖ്തന. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ആരെങ്കിലും ആ ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ അവർക്കുണ്ടാകുന്ന സന്തതികളെ പൈശാചികമായ ബാധ ഏൽക്കുകയില്ല. അവിടുന്ന് തുടങ്ങുന്നു കുട്ടികൾ നല്ലവരാകാനുള്ള നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവർത്തനവും. അങ്ങനെ ആ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഗർഭസ്ഥ ശിശുവിന് ദോഷകരമായ യാതൊന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്ന ഒരു കുട്ടിക്കുള്ള പരിഗണനയാണ്.
ഉദാഹരണമായിക്കൊണ്ട് നിർബന്ധ നോമ്പ് ഓരോരുത്തരും നിർബന്ധമായി നോൽക്കേണ്ടതാണ്. എന്നാൽ ഗർഭിണിയായ ഒരു സ്ത്രീ, ഒരു ഡോക്ടർ പറയുന്നു, നീ നോമ്പനുഷ്ഠിച്ചാൽ നിന്റെ ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് ദോഷമാണ്, അതുകൊണ്ട് നോമ്പ് ഒഴിവാക്കണം എന്നൊരു ഡോക്ടർ പറഞ്ഞാൽ നിർബന്ധമായ നോമ്പ് പോലും ഈ ഗർഭസ്ഥ ശിശുവിന് വേണ്ടി ഒഴിവാക്കണം. അതാണ് ഇസ്ലാമിന്റെ നിയമമായി പഠിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഈ മുല കുടിക്കുന്ന കാലം, ഈ 2 വയസ്സിനിടയിൽ ഇണകൾ പരസ്പരം ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വിരോധിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. വിരോധിച്ചിട്ടില്ല, വിരോധിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. മുഹദ്ദിസുകളായ ആളുകൾ ആ ഹദീസിനെ വിശദീകരിക്കുന്ന സമയത്ത് പറയുന്നത്, കുട്ടികൾക്ക് അത്രമാത്രം പ്രാധാന്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ മൊഴി ചൊല്ലേണ്ടുന്ന ഘട്ടങ്ങൾ വരികയാണ് എങ്കിൽ, ഒരു സ്ത്രീയെ മൊഴി ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ ആ സ്ത്രീക്ക് ചെലവിന് കൊടുക്കുക എന്ന ബാധ്യത ഭർത്താവിന്റെ മേലില്ല, മൊഴി ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ. എന്നാൽ ആ സ്ത്രീ മൊഴി ചൊല്ലപ്പെടുന്ന സമയത്ത് ഗർഭിണിയാണ് എങ്കിൽ ആ സ്ത്രീക്ക് നിർബന്ധമായും ചെലവിന് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ആ പ്രസവം കഴിഞ്ഞതിന് ശേഷം മുല കൊടുക്കുന്നത് ആ സ്ത്രീ തന്നെയാണ് എങ്കിൽ ആ സ്ത്രീയുടെ മുല കൊടുക്കുന്ന കാലഘട്ടത്തിലും നിർബന്ധമായും ചെലവിന് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും രൂപത്തിലുള്ള അവിഹിത ഗർഭമാണെങ്കിൽ പോലും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ശിക്ഷാവിധികൾ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അവിഹിതമായ ഗർഭമാണെങ്കിൽ പോലും ആ സമയത്ത് ശിക്ഷാവിധികൾ പാടില്ല. ഗർഭമൊക്കെ കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷമേ അത് പാടുള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു കുട്ടി ജനിച്ച് തുമ്മുകയോ കരയുകയോ ജീവനുണ്ട് എന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുകയോ ചെയ്താൽ ആ കുഞ്ഞ് സ്വത്തിന് അവകാശിയായി, മാതാപിതാക്കളുടെ സ്വത്തിന് അവകാശിയായി. അപ്പോ കുഞ്ഞുങ്ങൾക്ക് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ ഇസ്ലാം നൽകുന്ന ഒരുപാട് പരിഗണനകളുണ്ട്, പ്രാധാന്യങ്ങളുണ്ട്. അത് പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷവും അവർക്ക് ആ രൂപത്തിൽ തന്നെ ഇസ്ലാം അവർ നല്ലവരായി വളരാൻ വേണ്ടി നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് ജനിച്ചു വീഴുന്നത്. നമ്മൾ സാധാരണ കേൾക്കുന്ന ഹദീസാണ്, ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. അവർ ഏത് ഭാഗങ്ങളിലേക്ക് പോകുന്നു അത് പിന്നീട് രക്ഷിതാക്കളുടെ ഇടപെടലുകൾ എങ്ങനെയാണോ അതിനനുസരിച്ചു കൊണ്ടാണ്. അഥവാ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ഒരു കുശവന്റെ കയ്യിലുള്ള കളിമണ്ണാണ് നമ്മുടെ കയ്യിലുള്ള മക്കൾ എന്ന്. അയാൾ അതുകൊണ്ട് ഒരു കലമുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ കളിമണ്ണ് കൊണ്ട് അയാൾക്കൊരു കലമുണ്ടാക്കാം. അല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള പാത്രങ്ങളാണ് അതുകൊണ്ട് അയാൾ രൂപപ്പെടുത്തുന്നത് എങ്കിൽ അയാൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള പാത്രമായി ആ കളിമണ്ണിനെ അയാൾക്ക് പരുവപ്പെടുത്താം. ഇതുപോലെയാണ് നമ്മുടെ കയ്യിലുള്ള, അഥവാ രക്ഷിതാക്കളുടെ മാതാപിതാക്കളുടെ കയ്യിലുള്ള കുട്ടികൾ എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തിരുവചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ലോകപ്രശസ്തനായ ഒരു ചിത്രകാരനുണ്ടായിരുന്നു, ബെഞ്ചമിൻ വെസ്റ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ചിത്രകാരന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, എന്റെ അമ്മയുടെ ചുംബനമാണ് എന്നെ ഒരു ചിത്രകാരനാക്കി മാറ്റിയത്. എന്റെ അമ്മയുടെ ചുംബനമാണ് എന്നെ ഒരു ചിത്രകാരനാക്കി മാറ്റിയത്. സംഭവം, ആ അമ്മ കടയിൽ പോകുന്ന സമയത്ത് ഈ ബെഞ്ചമിൻ വെസ്റ്റിനെ താഴെയുള്ള കുട്ടിയെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. കടയിൽ പോയി തിരിച്ചു വരുമ്പോഴേക്ക് അവിടെയുണ്ടായിരുന്ന ഒരു മഷിക്കുപ്പിയും ബ്രഷുമെല്ലാം എടുത്ത് ചുമരുകളെല്ലാം വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. തോന്നുന്ന വരകളും കുറികളുമെല്ലാം നടത്തി വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. വന്ന് ഈ വൃത്തിയുള്ള ചുമരുകൾ വൃത്തികേടാക്കി വെച്ചപ്പോ ഈ അമ്മക്ക് വല്ലാതെ ദേഷ്യം വന്നു. ആ ദേഷ്യം വന്നതൊക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ട് അത് നോക്കിക്കൊണ്ട് ബെഞ്ചമിൻ വെസ്റ്റിന്റെ അമ്മ പറഞ്ഞു, മോനെ ഇത് സാലിയാണല്ലോ എന്ന്. സാലി എന്ന് പറയുന്നത് ഈ താഴെയുള്ള കുട്ടിയാണ്. ആ സാലിനെ നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് അമ്മ കടയിൽ പോയത്. ഇത് സാലിയാണല്ലോ, ഭംഗിയായിട്ടുണ്ട് എന്നാണ്. അത് ആ ചെറിയ കുട്ടിയുടെ മനസ്സിൽ കോറിയിട്ടു. അങ്ങനെ ആ കുട്ടി പിന്നീട് കാണുന്ന ചിത്രങ്ങളെല്ലാം വരക്കാൻ തുടങ്ങി. അപ്പോ
ആ അമ്മയുടെ ചുംബനം, അവിടെ നിന്നൊരു ചുംബനം നൽകി. ആ ചുംബനമാണ് എന്നെ ചിത്രകാരനാക്കിയത്. അങ്ങനെ ലോക പ്രശസ്തനായ ചിത്രകാരനായിക്കൊണ്ട് അദ്ദേഹം വളർന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. ബൾബ് കണ്ടുപിടിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞൻ എഡിസൺ ആണ് എന്ന് നമുക്കറിയാം. തോമസ് ആൽവ എഡിസൺ. അദ്ദേഹം വല്ലാതെ പഠിക്കുന്ന ഒരു കുട്ടിയൊന്നുമായിരുന്നില്ല, പഠനത്തിൽ ഉഴപ്പുന്ന ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ക്ലാസ്സിൽ പോകുന്ന സമയത്ത് മറ്റു കുട്ടികളോട് വികൃതി കളിച്ചുകൊണ്ട് വല്ലാതെ ശല്യപ്പെടുത്തുന്ന അവസ്ഥയാണ്. ഒരിക്കൽ വൈകുന്നേരം വീട്ടിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കത്തുമുണ്ടായിരുന്നു. ഈ കത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ടീച്ചർ തന്നതാണ്, നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി തന്നതാണ് എന്ന് പറഞ്ഞു. അമ്മ ആ കത്ത് വായിച്ചു. ഒരുപാട് വികാരങ്ങൾ മുഖത്ത് മിന്നിമറഞ്ഞു. ആ അമ്മയായിരുന്ന നാൻസി എഡിസൺ ആ സമയത്ത് എന്താണ് അമ്മേ ഈ കത്തിലുള്ളത് എന്ന് ഇദ്ദേഹം ചോദിച്ചപ്പോൾ, ആൽവ എഡിസൺ ചോദിച്ചപ്പോൾ പറഞ്ഞു, മകനെ, ഈ കത്തിലുള്ളത് നീ ഭയങ്കര ബുദ്ധിശക്തിയുള്ള ഒരാളാണ്. നിന്നെ പഠിപ്പിക്കാൻ മാത്രമുള്ള അറിവും കഴിവുമുള്ള അധ്യാപകർ ഇവിടെ ഇല്ല. അതുകൊണ്ട് നീ ഇനി വീട്ടിൽ വെച്ചു തന്നെ പഠിക്കണം എന്നാണ് അതിലുള്ളത്. കുട്ടി ഇത് ശരിയായിരിക്കുമെന്ന് വിചാരിച്ചു. ചെറിയൊരു കുട്ടിയാണ്, ശരിയാണ് എന്ന് വിചാരിച്ചു. പിന്നീട് ഈ മാതാവായ നാൻസി എഡിസനാണ് ഈ കുട്ടിയെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിച്ചു പഠിച്ചു വലുതായി ഈ കുട്ടി ഒരുപാട് ബൾബല്ലാത്ത ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. ശാസ്ത്രരംഗത്ത് വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അവസാനം ഒരിക്കൽ വലുതായി അമ്മ മരണപ്പെട്ടുപോയി. അതിനുശേഷം പഴയ പുസ്തകങ്ങളൊക്കെ പരതുന്നതിന്റെ കൂട്ടത്തിൽ പണ്ട് ടീച്ചർ കൊടുത്തിട്ടുള്ള ആ എഴുത്ത് കണ്ടു. ആ എഴുത്ത് കണ്ടപ്പോ അതെടുത്ത് വായിച്ചു നോക്കിയപ്പോ, നിങ്ങളുടെ കുട്ടി തനി വിഡ്ഢിയും മറ്റുള്ള കുട്ടികൾക്ക് പേരുദോഷമുണ്ടാക്കുന്നവരുമാണ്, അതുകൊണ്ട് അവനെ ഇനി സ്കൂളിലേക്ക് പറഞ്ഞയക്കേണ്ടതില്ല, അവൻ വന്നാൽ ഇവിടെയുള്ള വേറെ കുട്ടികളും കൂടി മോശമായി പോകും എന്നതായിരുന്നു കത്തിലുണ്ടായിരുന്നത്. പക്ഷെ അമ്മ ഇത് മറച്ചു വെച്ചുകൊണ്ട് ഈ കുട്ടിയോട് പറഞ്ഞത്, നിന്നെ പഠിപ്പിക്കാൻ മാത്രം പോകുന്ന ടീച്ചർമാരും മാഷന്മാരും അവിടെ ഇല്ല എന്നാണ്. ആ കുട്ടിയെ പഠിപ്പിച്ച് ഇത്രയും വലുതാക്കി വലിയ ശാസ്ത്രജ്ഞനാക്കി മാറ്റി. ഈ കത്ത് വായിച്ചിട്ട് എഡിസൺ ഒരുപാട് കരഞ്ഞു എന്നാണ്. അപ്പോ ആ മാതാവിന്റെ സ്വാധീനം, ഇങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ള ആളാണ്. ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ അധ്യായത്തിൽ അവരുടെ ഉമ്മയായ ഇമാം ബീവി എന്നറിയപ്പെടുന്ന ജൗഹറ ബീവി, ആ ജൗഹറ ബീബി അവരോട് പറഞ്ഞു, മക്കളോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെറുപ്പത്തിൽ നൽകിയിട്ടുള്ള മുലപ്പാൽ പോലും എനിക്ക് പൊരുത്തമല്ല. നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് നൽകിയ മുലപ്പാൽ പോലും എനിക്ക് പൊരുത്തമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമര മേഖലയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള ഇമാം ബീവി എന്നറിയപ്പെടുന്ന ജൗഹറ ബീവി എന്ന് പറയുന്ന മൗലാന മുഹമ്മദ് അലിയുടെയും ഷൗക്കത്ത് അലിയുടെയും ഉമ്മ. അതുപോലെ തന്നെ അവരെ ജയിലിലടക്കപ്പെട്ട സമയത്ത് ജാമ്യം കിട്ടുവാൻ വേണ്ടി മാപ്പപേക്ഷ എഴുതി കൊടുത്താൽ 10 ദിവസം ജാമ്യം കിട്ടും, മാപ്പപേക്ഷ എഴുതി കൊടുത്താൽ മതി എന്ന് വിവരം കിട്ടിയപ്പോ ഈ ജൗഹറ ബീവി ജയിലിലേക്ക് പോവുകയാണ്. ജയിലിലേക്ക് പോയിട്ട് ഈ മക്കളോട് പറഞ്ഞു, ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അവർക്കെങ്ങാനും നിങ്ങൾ മാപ്പപേക്ഷ എഴുതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കൊന്നുകളയും, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കൊന്നുകളയും. ഈ ധീര സേനാനികളായി സ്വാതന്ത്ര്യ സമരത്ത് നിങ്ങൾ നിറഞ്ഞു നിൽക്കണം എന്നതാണ് ആ മാതാവിന്റെ ആശയം. അത് അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള പൊതു ചരിത്രങ്ങൾ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഇസ്ലാമിന്റെ ചരിത്രങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണെങ്കിൽ ഖാദിസിയ്യ യുദ്ധം നടക്കുന്ന സമയം 4 മക്കളെയുമായി ഹൻസ ബീബി റളിയല്ലാഹു തആല അൻഹ ആ ഖാദിസിയ്യ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തനിക്ക് തന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ 4 മക്കളാണ് എനിക്ക് താങ്ങും തുണയുമായിട്ടുള്ളത്. എന്നിട്ട് കൂടി ഈ 4 മക്കളെയുമായി യുദ്ധക്കളത്തിലേക്ക് പോകുന്നു. അവിടെ യുദ്ധം ചെയ്യുന്നത് കണ്ടു നിൽക്കുന്നു. റുസ്തമുമായിട്ടുള്ള അതിഘോരമായ യുദ്ധം നടക്കുമ്പോ യുദ്ധത്തിന്റെ ആദ്യഘട്ടം മുസ്ലിങ്ങൾക്ക് പരാജയമാണ് എന്ന് തോന്നിയപ്പോ ഹൻസ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ഈ മക്കളെ തിരിച്ചു വിളിക്കുകയാണ്. തിരിച്ചു വിളിച്ചിട്ട് മക്കളോട് പറഞ്ഞു, മക്കളെ,
ഞാന് നിങ്ങളുടെ കുടുംബത്തിന്റെ പേരുദോഷമുണ്ടാക്കിയിട്ടില്ല. നിങ്ങളെ വാപ്പാനെ ഞാൻ വഞ്ചിച്ചിട്ടില്ല. നിങ്ങൾ യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈമാനോടും തഖ്വയോടും തവക്കുലോടും കൂടി നിങ്ങൾ യുദ്ധരംഗത്തേക്ക് തന്നെ തിരിച്ചു പോകണം. ഒരുപക്ഷെ മുസ്ലിം സൈന്യത്തിന്റെ പരാജയം സംഭവിക്കും എന്നാണ് എങ്കിൽ സൈന്യത്തിന്റെ മുൻനിരയെ നിങ്ങൾ ഭേദിച്ചുകൊണ്ട് അവിടെ സർവ്വസൈന്യാധിപന്റെ അടുക്കലെത്തിയിട്ട് അയാളുമായി നിങ്ങൾ ഏറ്റുമുട്ടണം. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ഉമ്മയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് മാതാവിൽ നിന്ന് ആവേശം തുളുമ്പുന്ന ഈ വാക്കുകൾ കേട്ടിട്ടുള്ള ഈ 4 മക്കളും ഈറ്റപ്പുലികളെപ്പോലെ ചീറിപ്പാഞ്ഞുകൊണ്ട്, കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചുകൊണ്ട്, സിംഹങ്ങളെപ്പോലെ ഗർജിച്ചുകൊണ്ട് വീണ്ടും മടർക്കളത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിന് അല്പം പരാജയം സംഭവിക്കുന്നു എന്ന് തോന്നിയപ്പോ ഉമ്മാന്റെ വസിയ്യത്ത് അവർ ഓൽക്കുകയും ആ യുദ്ധത്തിന്റെ മുൻനിരയെ ഭേദിച്ച് സർവ്വസൈന്യാധിപന്റെ അടുക്കലെത്തുകയും അയാളുമായി ഏറ്റുമുട്ടുകയും 4 പേരും അവിടെ മരണപ്പെടുകയും ഷഹീദാവുകയും ചെയ്തു. യുദ്ധാനന്തരം ഈ 4 മക്കളെ കണ്ട ഹൻസാ ബീബി കരഞ്ഞില്ല. ആ ഹൻസാ ബീബി ഇസ്ലാമാകുന്നതിന് മുമ്പ് കരഞ്ഞിരുന്നു. ഉമ്മയൊത്ത ഒരു സഹോദരൻ മരണപ്പെട്ടു. പാപ്പാക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഉമ്മയൊത്ത ഒരു സഹോദരൻ മരണപ്പെട്ടു. അത് സഹിക്കവയ്യാതെ കരഞ്ഞിട്ടുള്ള കാവ്യം രചിച്ച ഒരു കവിയത്രി കൂടിയായിരുന്നു ഹൻസാ ബീബി. അങ്ങനെ കവിത രചിച്ചിട്ടുള്ള കരഞ്ഞിട്ടുള്ള ഹൻസാ ബീബി 4 മക്കളെ ജീവനറ്റ ശരീരം കണ്ടിട്ട് കരഞ്ഞില്ല. മറിച്ചു പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ശറഫനീ ബിഖത്ലിഹിം. ഇവരുടെ വധത്തിലൂടെ എന്നെ പരിശുദ്ധയാക്കിയ പടച്ചോന് സർവസ്തുതിയും. ഞാനിപ്പോ നബിയുടെ കൂടെ ജീവിച്ച ഒരു സഹാബി വനിത മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് ജീവിച്ച ഒരാൾ മാത്രമല്ല, ഉമർ ഖത്താബിന്റെ കാലത്താണ് ഈ യുദ്ധം നടക്കുന്നത്. ആ കാലത്ത് ജീവിച്ച ഒരു സഹാബി വനിത മാത്രമല്ല, 4 ശുഹദാക്കളുടെ ഉമ്മ കൂടിയാണ് ഞാൻ. 4 ശുഹദാക്കളുടെ ഉമ്മ കൂടിയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹില്ലദീ ശറഫനീ ബിഖത്ലിഹിം എന്ന് പറയുകയാണ് അവിടെ ചെയ്തത്. അപ്പോ ആ ഉമ്മാക്ക് തന്റെ മക്കൾ ഏത് രൂപത്തിൽ വളരണം, അവർക്ക് സ്വർഗം ലഭിക്കണം, അവരിലൂടെ നമുക്കും സ്വർഗം ലഭിക്കണം. അതുപോലെ തന്നെ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. ആ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു രണ്ടാമതാണ് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുന്നത്. ആദ്യ ഭർത്താവ് വേറെയാണ്. രണ്ടാമത് വിവാഹം കഴിക്കാൻ വന്നപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ സുന്ദരിയാണ്. പക്ഷേ അബൂ ത്വൽഹ വിശ്വാസിയായിരുന്നില്ല വിവാഹം അന്വേഷിച്ചുകൊണ്ട് വന്നപ്പോ. അപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കില്ല. നിങ്ങൾ എന്ന് പറയുന്നത് ഈ മഴ പെയ്താൽ ഒലിച്ചു പോകുന്ന, കാറ്റടിച്ചിട്ടുണ്ട് എങ്കിൽ മറിഞ്ഞു വീഴുന്ന, അതുപോലെയുള്ള വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കുന്ന മുശ്രിക്കുകളായ ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളും ഞാനും തമ്മിൽ യോജിക്കൂല. അന്ത റജുലുൻ മുശ്രിക്കുൻ വ അന ഇംറഅത്തുൻ മുസ്ലിമത്തുൻ. നിങ്ങളൊരു മുശ്രിക്കായ പുരുഷനാണ്, ഞാനൊരു മുസ്ലിമത്തായ പെണ്ണാണ്, നമ്മൾ തമ്മിൽ യോജിക്കൂല. അബൂ തൽഹക്ക് ഉമ്മു സുലൈമിൽ വലിയ ആഗ്രഹവുമുണ്ട്. അങ്ങനെ ഖേദത്തോടുകൂടി തിരിച്ചു പോകുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നിങ്ങളെപ്പോലെ സുന്ദരനായ തറവാടിയായ ഒരാൾ വിവാഹം അന്വേഷിച്ചു കൊണ്ടുവന്നാൽ ആരും തട്ടിക്കളയുകയില്ല. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു, നിങ്ങൾ മുസ്ലിം ആവുകയാണ് എങ്കിൽ എനിക്ക് മഹർ അത് മാത്രം മതി, വേറൊന്നും വേണ്ട. അങ്ങനെ അബൂ തൽഹ പോയിട്ട് ഒരുപാട് ആലോചിച്ചു. പിന്നീട് മുസ്ലിമായി വന്ന് വിവാഹം കഴിക്കുന്നു. അവരിലുണ്ടായിട്ടുള്ള മകനാണ് അനസ് റളിയല്ലാഹു തആല അൻഹു. അനസ് റളിയല്ലാഹു അൻഹു കുട്ടിയായിരിക്കുമ്പോൾ ഒരു 10 വയസ്സുള്ളപ്പോ ഉമ്മ അദ്ദേഹത്തിന്റെ കയ്യും പിടിച്ച് പ്രവാചകന്റെ അടുക്കൽ പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ കുട്ടി ഇവിടെ നിന്നോട്ടോ, നിങ്ങൾക്ക് വല്ല സേവനങ്ങളും ചെയ്ത് ഇവിടെ നിന്നോട്ടെ. നമ്മുടെ നാട് വളരെ മോശമാണ്, തെറ്റിലേക്കും കുറ്റങ്ങളിലേക്കും നീങ്ങാൻ ഒരുപാട് സാധ്യതകളുള്ളതാണ്. അതുകൊണ്ട് എന്റെ മോന് ഇവിടെ നിന്നോട്ടെ. നിങ്ങൾക്ക് ഒന്നുകൊടുക്കാൻ വെള്ളമോ വേറെ എവിടെങ്കിലേക്കും വല്ല സന്ദേശമോ ഒക്കെ അയക്കാനുണ്ട് എങ്കിൽ അങ്ങനെ പോകാൻ പറഞ്ഞയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുകയാണ്. അപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പ്രവാചകനോട് പറഞ്ഞു, നിങ്ങൾ എന്റെ മകന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോ അക്സിർ മാലഹു വ വലദഹു വ ബാരിക് ലഹു ഫിഹാ അഅതൈതഹു എന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ പ്രാർത്ഥിച്ചു. പഠിച്ചവനെ അദ്ദേഹത്തിന് ധാരാളം സമ്പത്ത് നൽകണേ, കുട്ടികളെ നൽകണേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചു.
100 വയസ്സിലധികം ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടാകാം അള്ളാഹുവിന്റെ നിശ്ചയം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. തന്റെ പേരമക്കളെ 100 മക്കളിലധികം മരണപ്പെട്ടവരെ മറവ് ചെയ്യാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ അനസ് റളിയല്ലാഹു അൻഹും അതിന്റെ താഴെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് അവിടെ. അവരൊക്കെ നല്ലവരായി തീരാനുള്ള ഉമൈർ എന്ന് പറഞ്ഞ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. ഇവരൊക്കെ നന്നാവാനുള്ള പ്രധാന കാരണം ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ എന്ന ഉമ്മയായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ ഉമർ എന്നറിയപ്പെടുന്ന അദ്ദേഹം ഒരിക്കൽ ആപ്പിൾ വിതരണം ചെയ്യുകയാണ്. പാവങ്ങൾക്കുള്ള ആപ്പിളാണ്. തന്റെ മകൻ ആ ആപ്പിളിൽ നിന്ന് ഒന്നെടുത്ത് അപ്പോ തിരിഞ്ഞു നോക്കിയപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടു. മോനെ, അത് നമ്മുടെ ആപ്പിളല്ല, നമുക്കത് കഴിക്കാൻ പറ്റൂല, അത് പാവങ്ങൾക്കുള്ളതാണ്. കുട്ടികളല്ലേ, ആ ആപ്പിൾ തന്റെ മാറോട് ഒന്നുകൂടി ചേർത്ത് വെച്ചു. ഉമർ റളിയല്ലാഹു അൻഹു നിർബന്ധിച്ചത് വാങ്ങാൻ നോക്കി. കുട്ടി വേഗം അത് ഒന്നുകൂടി അടുപ്പിച്ചു വെച്ചു. കുട്ടിയോട് വളരെ കയർത്തുകൊണ്ട് അത് പിടിച്ചെടുത്തു. ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഭാര്യയുടെ ഉമ്മയുടെ അടുക്കലേക്ക് ചെന്നു. അങ്ങനെ ഉമ്മ ആ കുട്ടിയെ മാറോട് ചേർത്ത് തലോടി സമാധാനിപ്പിച്ചു. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ ആ കൂട്ടത്തിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പാത്രത്തിൽ ഒരു ആപ്പിളിന്റെ കഷ്ണവും ഉണ്ടായിരുന്നു. അത് നോക്കി കണ്ടപ്പോ ഒരു സംശയം തോന്നി. അപ്പൊ ഭാര്യ പറഞ്ഞു, ഇത് അവിടുന്ന് എടുത്തതല്ല, നമ്മുടെ കുട്ടിന്റെ ആഗ്രഹം കൊണ്ട് നിങ്ങൾ തരുന്ന പണത്തിൽ നിന്ന് സ്വരൂപിച്ചു വെച്ചതിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്, അതിൽ നിന്ന് നിങ്ങൾക്കുള്ള ഒരു ഓഹരി ഒരു കഷ്ണം തന്നതാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടി, എന്റെ മോന്റെ അടുത്തുനിന്ന് ആ ആപ്പിള് പിടിച്ചെടുക്കുന്ന ആ സമയത്തെ എന്റെ ഹൃദയം പറിച്ചെടുക്കുന്ന വേദന എനിക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ മക്കള് ഹറാമ് തിന്നാൻ പാടില്ലാത്തത് തിന്നാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ആപ്പിള് വാങ്ങിയത് എന്ന് പറഞ്ഞു. അപ്പോ ആ മാതാവിന്റെയും പിതാവിന്റെയും മനസ്സ്, നമ്മുടെ മക്കൾ നല്ലവരായി തീരണം എന്നതിന് നമ്മൾ സാധാരണ കേൾക്കാറുണ്ടല്ലോ, ഈ അടക്കയാകുന്ന സമയത്ത് അത് മടിയിൽ വെക്കാം, കഴുങ്ങായാൽ അത് മടിയിൽ വെക്കാൻ കഴിയില്ല എന്ന് നമ്മൾ കേൾക്കാറില്ലേ. അപ്പൊ ചെറുപ്പകാലം കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിച്ചാൽ നാളെ പിറ്റേന്ന് ഇവിടെ വെച്ചുകൊണ്ട് മൈഹിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും നമുക്ക് ഉപകാരപ്പെടുന്നവരാകും. നമ്മുടെ മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഏതെങ്കിലും പള്ളിയിലുള്ള ഇമാമിനെ ഏൽപ്പിക്കേണ്ടി വരില്ല. ആത്മാർത്ഥയോടുകൂടി നമുക്ക് വേണ്ടി നമസ്കരിക്കാൻ കഴിവുള്ള മക്കളുണ്ടാവണം. നമ്മൾ മരണപ്പെട്ടു പോയാലും റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാകണം. നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ പദവികൾ ഇങ്ങനെ ഉയരുമ്പോ, എന്താ റബ്ബെ ഇങ്ങനെ പദവി ഉയരാൻ കാരണം എന്ന് ചോദിക്കുമ്പോ അള്ളാഹു അവർക്ക് നൽകുന്ന മറുപടി, നിന്റെ മക്കൾ ദുനിയാവിൽ നിന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ നിനക്ക് പദവികൾ ഇങ്ങനെ ഉയരുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള മക്കൾ നമുക്കുണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഇന്നത്തെ സമകാലിക ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ വെക്കേഷൻ കാലഘട്ടം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അവൾക്ക് റോൾ മോഡലുകളായി മാറുക. നമസ്കാരത്തിന് വരുമ്പോഴും ജുമാക്ക് വരുമ്പോഴും നല്ല കാര്യങ്ങളിൽ നമ്മൾ പ്രവേശിക്കുമ്പോഴും വീട്ടിലുള്ള സംസാരങ്ങളിലും പെരുമാറ്റങ്ങളിലും ബാക്കി കാര്യങ്ങളിലുമെല്ലാം നമ്മൾ അവർക്ക് റോൾ മോഡലുകളായി മാറിയിട്ടുണ്ട് എങ്കിൽ ഇതുപോലെ വളർന്നു വരുന്ന ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. ഈ വെക്കേഷൻ സമയത്ത് പല വിധത്തിലുള്ള സമ്മർ ക്ലാസുകളും പല ആളുകളും സംഘടനകളും സംഘടിപ്പിക്കുന്നുണ്ടാകും. കഴിയുന്ന ആളുകളിലൊക്കെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എല്ലാം അത്തരത്തിലുള്ള ക്ലാസുകളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്താൽ ദുനിയാവിലും ആഖിറത്തിലും ഗുണപ്രദമാകുന്ന വിധത്തിലുള്ള മക്കളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂം ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വനഫ്സി സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. കഴിഞ്ഞ വാരത്തിൽ നിറഞ്ഞു നിന്ന കുറെ വാർത്തകളുണ്ടായിരുന്നു. അതിലൊന്ന് SNDP ജനറൽ സെക്രട്ടറി മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന, ഈ ഇന്ത്യ രാജ്യത്തുള്ള മലപ്പുറം ജില്ല എന്നതൊരു പ്രത്യേക രാജ്യമാണ്, അവിടെയുള്ള ചില ആളുകളുടെ സംസ്ഥാനമാണ് ജില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ഈ സമുദായത്തെയും അതുപോലുള്ള ആളുകളെയും ഒക്കെ അടച്ചാക്ഷേപിക്കുവാൻ വേണ്ടി ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി. ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യവും ഇന്ത്യയിലും ഒട്ടുക്കും വർഗീയ പ്രസ്താവനകൾ കൊണ്ട് മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ മലപ്പുറം ജില്ലയെ അടുത്തറിഞ്ഞവരും അത് പഠിച്ചവരുമായ ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും, മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ, അദ്ദേഹം മലപ്പുറത്തുകാരനാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ, അദ്ദേഹത്തിന്റെ സ്മാരകമായി കൊണ്ടാണ് തിരൂര് തുഞ്ചൻ പറങ്കിൽ ഒരു സ്മാരകമുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ തുഞ്ചത്തെഴുത്തച്ഛൻ മലപ്പുറം ജില്ലക്കാരനാണ്. അതുപോലെ മലയാളത്തിലെ ഏറ്റവും വലിയ ഭക്തികാവ്യം എഴുതിയിട്ടുള്ള പൂന്താനം നമ്പൂതിരി, അദ്ദേഹം ഈ പറഞ്ഞ മലപ്പുറം ജില്ലക്കാരനാണ്. അതുപോലെ തന്നെ അമ്പലങ്ങളിൽ പാടുന്ന നാരായണീയം എന്ന് പറയുന്ന കാവ്യം എഴുതിയിട്ടുള്ളത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടാണ്, അദ്ദേഹവും മലപ്പുറം ജില്ലക്കാരനാണ്. ക്ഷേത്രങ്ങളിൽ പാടുന്ന സോപാന സംഗീതം എന്ന് പറയുന്ന സംഗീതം എഴുതിയിട്ടുള്ളത് രാമ പൊതുവാൾ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്, മുസ്ലിമല്ല, അദ്ദേഹവും മലപ്പുറം ജില്ലക്കാരനാണ്. ഈ കുമാരനാശാൻ, SNDPയുടെ സ്ഥാപക സെക്രട്ടറി ആയിരുന്ന കുമാരനാശാൻ, അദ്ദേഹവും ജനിക്കുകയും വളരുകയും ചെയ്തത് മലപ്പുറം ജില്ലയിലാണ്. വള്ളത്തോർ നാരായണ മേനോൻ, എടശ്ശേരി, ഉറൂബ്, PC കുട്ടിക്കൃഷ്ണൻ പോലെയുള്ള ഈ സമൂഹത്തിന് ഒരുപാട് സേവനം അർപ്പിച്ചിട്ടുള്ള മഹാന്മാരായ ഒരുപാട് ആളുകൾ ജനിച്ചതും ഈ മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. അതുപോലെ ലോക കമ്മ്യൂണിസത്തിന് ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ള EMS നമ്പൂതിരിപ്പാട്, K ദാമോദരൻ പോലെയുള്ള ആളുകളും ജനിച്ചത് ഈ മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ ഇവരൊക്കെ ജനിച്ചതും വളർന്നതും ഈ മുസ്ലിങ്ങൾക്കിടയിലാണ്. എന്നിട്ട് അവർക്ക് ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. മലപ്പുറം ജില്ലയിൽ ജോലി തേടി വന്നിട്ടുള്ള ഒരുപാട് അന്യജില്ലക്കാരായ ആളുകൾ, ഒരു കാലത്ത് തെക്കൻ ജില്ലയിലുള്ള ആളുകളാണ് നിറഞ്ഞ അവിടെ ജോലിക്കാരായിട്ടുണ്ടായിരുന്നത്. ഞാനൊക്കെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ തുടങ്ങിയ കാലത്ത് 90% തെക്കൻ ജില്ലക്കാരായിരുന്നു. ഇപ്പോ ഒക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ അനുഭവമാണ് മലപ്പുറം ജില്ല എന്താണ് എന്ന്. സ്നേഹത്തിന്റെ നിറകുടമായി ഒരാളെയും വേദനിപ്പിക്കാതെ അവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ ഒരുപാട് സംരംഭങ്ങളുള്ള ആ നാടിനെ വർഗീയതയുടെ പേരിൽ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നത് ഒട്ടും ഉചിതമല്ല എന്നത് പ്രത്യേകം നാം ഓർക്കേണ്ടുന്ന കാര്യമാണ്. രണ്ടാമത്തെ, കഴിഞ്ഞ ആഴ്ചയിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്ത, മതിയായ ചികിത്സ ലഭിക്കാതെ ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീ പ്രസവിച്ച സമയത്ത് മരണപ്പെട്ടു എന്നതാണ്. രണ്ട് വശമുണ്ട് അതിന്. പണ്ട് കാലത്ത് ഒരുപാട് കുട്ടികൾ ജനിക്കുന്ന ആളുകൾ പോലും വീടുകളിൽ പ്രസവിച്ചിട്ടുണ്ട്, അവർക്കൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ ചികിത്സയുടെ പിഴവ് കാരണവും മറ്റും അതുപോലെയും മരണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷത്തായിക്കൊണ്ട് അതിനെ ചിത്രീകരിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യേണ്ടതില്ല. എന്നാൽ ആ പ്രസവിക്കപ്പെട്ട സ്ത്രീക്ക് ബ്ലീഡിംഗ് അധികമായിട്ട് പോലും അവിടെ ചികിത്സ ലഭിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോയില്ല എന്നത് വളരെ വലിയ ഒരു കുറ്റം തന്നെയാണ് എന്നത് നാം മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആധുനിക യുഗത്തിൽ ഏതെല്ലാം ചികിത്സാ മാർഗങ്ങളുണ്ടോ അതെല്ലാം സ്വീകരിക്കുന്നതിന് ഒരു വിരോധവുമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നാം മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ വഖഫുമായി നീണ്ട ചർച്ചകൾ നടക്കുകയാണ്. നാട്ടിലെവിടെയായിരുന്നാലും അത്തരത്തിലുള്ള ചർച്ചകളും സമ്മേളനങ്ങളും പ്രതിഷേധങ്ങളും കാര്യങ്ങളുമുണ്ട് എങ്കിൽ അതിലെല്ലാം പങ്കാളികളാകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അതിന്റെ വിഷയങ്ങളെല്ലാം നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്രദമാകുന്ന വിധത്തിൽ നമ്മുടെ മക്കളെ പോറ്റി വളർത്തുവാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് നമ്മുടെ മയ്യത്തിന് ഇമാമ് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളായി വളർത്താൻ ഉള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മുസ്ലിം സമുദായത്തെ ഇജ്ജത്തോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സമുദായമായി കൊണ്ട് വളരാനുള്ള മാനസികവും ശാരീരികവും ആത്മീയവുമായ ശക്തി റബ്ബേ നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ തമ്പുരാനെ. 4 ഭാഗങ്ങളിൽ നിന്നും
ഈ സമുദായത്തെ തച്ചുടക്കാനും തേച്ചുരക്കാനും വേണ്ടി ആളുകൾ ശ്രമിക്കുമ്പോഴും അവിടെ ഈമാനോടുകൂടി നിലനിൽത്തുവാനുള്ള കരുത്ത് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, സ്വർഗം കരസ്ഥമാക്കുന്ന വിശ്വാസിനികളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.